വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ സ്കൂളിൽ പിള്ളേരുടെ +2 10th പിള്ളേരുടെ സെൻഡ് ഓഫ് ഒക്കെയാണ്. ഇന്ന് ഫെയർവെൽ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരെ സെൻഡ് ഓഫ് അയക്കാൻ വേണ്ടി അവർ നല്ലൊരു ലൈഫ് നമ്മൾ അവർക്ക് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എല്ലാ സക്സസ്സും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് അതാണ്. നമുക്ക് എല്ലാവർക്കും വീഡിയോയ്ക്ക് പോകാം ഗൈസ്. Guys, they are the in charge of this program. Photo എടുക്കണമാ. ഞാനൊരു 9 മണിയോട് കൂടി അവിടെ എത്തിയിട്ടാണ്. അങ്ങനെ എപ്പോഴേക്കും എല്ലാ കുട്ടികളൊക്കെ റെഡിയായി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റേജ് ഡെക്കറേഷൻ. അപ്പോൾ അതാ ടീച്ചേഴ്സ് നിൽക്കുന്നുണ്ടല്ലോ, 9th ടീച്ചേഴ്സാണ് ഇൻചാർജ് എന്ന് പറയണത്. അപ്പോൾ കുട്ടികളെല്ലാം ബാക്കിൽ പോയി നിന്നിട്ട് അവരുടെ കയ്യിൽ എല്ലാവരെങ്കിലും റോസ് ഫ്ലവർ കൊടുക്കും. അങ്ങനെ ഫാദറും കുട്ടികളും എല്ലാവരും കൂടി വന്ന് ഫ്ലവർ ജീസസിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നേരെ ഫസ്റ്റ് തന്നെ കുർബാനയാണ്, മാസിന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തടുത്ത പ്രോഗ്രാംസ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ചാർട്ട് എന്ന് പറയണത്, അജണ്ട എന്ന് പറയണത്. God's grace for the intercession of Saint Joseph, for the protection of Mother Mary, for all the saints. So let us participate in this mass. So sit straight and stick straight. அதிகாரம் 5 இறைவார்த்தைகள் 1 முதல் 4 வரை. கிறிஸ்துவின் துன்பங்களுக்கு சாட்சியும் வெளிப்படவிருக்கும் ஆட்சியில் பங்கு கொள்ள போகிறோமாகிய ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഹാൾ ടിക്കറ്റ് കൊടുത്ത് 10th +2 സ്റ്റുഡൻസിനെ ബ്ലെസ് ചെയ്യേണ്ടതാണ്, എല്ലാ ടീച്ചേഴ്സും. അപ്പോൾ ഹാൾ ടിക്കറ്റ് കൊടുക്കുന്നു, ഫാദർ ബ്ലെസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ എല്ലാ ടീച്ചേഴ്സും, സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും അവരെ ബ്ലെസ് ചെയ്യണൊരു കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ടീച്ചേഴ്സിന് എന്തെങ്കിലും വിഷമമോ പ്രശ്നങ്ങളോ അവരോട് ഉണ്ടെങ്കിൽ എല്ലാം മാറണം. ഒരു നല്ലൊരു ഇതായിട്ടായിരുന്നു എനിക്കത് തോന്നിയിട്ട്. എല്ലാ ടീച്ചേഴ്സും ബ്ലെസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ബ്ലെസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഫസ്റ്റ് ടൈം ഞാനെല്ലാം വിഷയിക്കാൻ എല്ലാ കുട്ടികളും ടീച്ചേഴ്സും ബ്ലെസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ജീവനദിയേ
Remember, it's not the goodbye that counts, but the journey you take ahead. Now we are ready to step into the exciting new journey of your lives. Be ready to put your effort into the exam, and God will show you crown you with success. Dedicated to our seniors, please welcome Priyanka to the stage to recite a heartfelt poem. சொல்லி கொடுத்தா நல்லா இருப்பாங்க. அவ்வளோதான் இன்சல்ட் பண்ணாமோ திரும்பி எனக்கு கேள்வி எனக்கு ஹெல்ப் பண்ண ഭയങ്കര ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഫുൾ സെലിബ്രേഷൻ ആയിരുന്നു. 10th പ്ലസ് 2 പിള്ളേരും ഇതൊക്കെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഓൺ ദ സ്റ്റേജ് അവർ കൊറിയോഗ്രാഫ് ചെയ്തതാണ്. നമ്മൾ പാട്ട് വെച്ച് കൊടുത്തു, അവർ ഡാൻസ് കളിച്ചു. അത് 10th സ്റ്റുഡൻസ് ആയിരുന്നു. അതുപോലെ തന്നെ 10th ബോയ്സ്, പ്ലസ് 2 ബോയ്സ്, പ്ലസ് 2 ഗേൾസ്, അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ കുട്ടികളുടെ ഡാൻസും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കിടക്കണ അലമാര കുട്ടികൾ 10th പ്ലസ് 2 ഗിഫ്റ്റ് കൊടുത്തതാണ്. സ്കൂൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഈ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. കുട്ടികൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഓരോ ടീച്ചേഴ്സിനും കുട്ടികൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് ഐസ്ക്രീം ഇതൊക്കെ കഴിച്ച് നമ്മൾ അന്നത്തെ ദിവസം മൈൻഡ് അപ്പ് ചെയ്യാണ്ടാ ചെയ്തത്. ഭയങ്കര എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു. നമുക്ക് നമ്മുടെ ഒരു പഴയൊരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മളും ഇതൊക്കെ കഴിഞ്ഞ് വന്നത് ഫെയർവെൽ, അതൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ. അത് തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ഫെയർവെൽ പാർട്ടി എന്ന് പറയണത്. അതിൽ ഇവരുടെ ഡാൻസ് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. അവർ ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് ഇടാത്തതുകൊണ്ട് ഞാൻ പാട്ട് വെക്കണില്ല. ഭയങ്കര ആക്ടിങ് ആയിരുന്നു രണ്ടുപേരും കൂടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമും ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഫെയർവെൽ പാർട്ടി എന്ന് പറയണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ലാസ്റ്റായിട്ട് ഈ അലമാര ഇങ്ങനെ തുറന്ന് പിള്ളേരെല്ലാം കൊടുക്കണ ഒരു സീൻ കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഫെയർവെൽ പാർട്ടി എന്ന് പറയണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആ കുട്ടികൾക്ക് പരീക്ഷയാണ്. അപ്പം ഈ പ്ലസ് 2ലെയും 10th കുട്ടികൾക്ക് ലൈഫ് നല്ലൊരു ഇനി മുന്നോട്ടുള്ള ലൈഫ് എന്നും വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തോൽവികളുണ്ടാവും, അതും ആക്സെപ്റ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ ജീവിക്കാൻ പറ്റട്ടെ. അതുപോലെ തന്നെ പുതിയ നല്ല കോഴ്സുകളൊക്കെ എടുത്ത് ഉയരങ്ങളിൽ എത്തട്ടെ. അവർക്ക് വിചാരിച്ച പോലെ തന്നെ ജീവിതത്തിൽ എല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം അന്ന് ഞങ്ങളും പ്രാർത്ഥിക്കായിരുന്നു. അവർക്ക് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ബ്ലെസ്സിങ്സൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലൊരു ജീവിതത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും പുതിയ പുതിയ വഴിത്തിരിവുകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിറയെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.